ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെ നിർത്തിപ്പൊരിച്ച് സച്ചി അവിടുന്ന് പോവാണ്. ഈ സമയത്താണെങ്കിലോ കിട്ടിയ തക്കമാണ്. രേവതി വീട്ടുപണിയൊക്കെ ചെയ്യാനായിട്ട് എന്തായാലും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ശ്രുതി മോളെ നീങ്ങും വന്നേ, നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയാണെങ്കിൽ ശ്രുതിയെ കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് പോവാൻ തുടങ്ങുക. അങ്ങനെ ഒരു കെട്ട് നോട്ടൊക്കെ എടുത്ത് ചന്ദ്രമതി ബാഗിനകത്ത് തിരികെ. ഈ സമയമാണെങ്കിലോ നമ്മുടെ ശ്രുതി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ശ്രുതി പറഞ്ഞു, അമ്മ ഇത്രയും പൈസയൊക്കെ അമ്മയുടെ കൈവശം ഉണ്ടായിരുന്നു, ഇത് എവിടെ പോവാ രണ്ടുപേരും കൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു, ഞാൻ എൻ്റെ മരുമോൾക്ക് ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, അതോടൊപ്പം തന്നെ പലിശ കാശൊക്കെ കൊടുക്കണ്ടേടാ, ഇത് എന്ത് വർത്തമാനാ നീയൊക്കെ ഈ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ചന്ദ്രമതി നമ്മുടെ ശ്രുതിയെയും കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ പോവാണ്. അങ്ങനെ അവര് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഈ സമയത്താണെങ്കിലോ നമ്മുടെ രേവതി റൂമിലിരുന്ന് ചന്ദ്ര പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവളുടെ ഉള്ളിങ്ങനെ ചുട്ടു നീറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അച്ഛനെ കുറിച്ച് പറഞ്ഞതും തൻ്റെ അനുജത്തിയെ മോശമായിട്ട് പറഞ്ഞതും ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവൾ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ചന്ദ്രമതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ മടങ്ങി വരുന്നത്. അപ്പം ഇവർ വന്നിട്ട് ഈ ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ ആ ഒരു ടേബിളിൽ വെച്ചു. അതിനുശേഷം എൻ്റെ പൊന്നു മോളെ ഒരു രക്ഷയില്ലടി, ഭയങ്കര വിശപ്പാ, ഞാനേ എന്നെ കഴിക്കാനുള്ളതെന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ചന്ദ്രമതി അടുക്കളയിലേക്ക് പോവാണ്. ഈ സമയത്താണെങ്കിലോ ശ്രുതി പറഞ്ഞു, അമ്മ എന്നാ ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം, അതിനുശേഷം ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൾ റൂമിലേക്ക് പോവാൻ തുടങ്ങുന്ന സമയത്താണെങ്കിലോ അടുക്കളയിൽ പോയി മൊത്തം പാത്രങ്ങളും അരിച്ചു പെറുക്കിയ ചന്ദ്രമതി ആണെങ്കിൽ ശരിക്കങ്ങ് ഞെട്ടി. സാധാരണ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മുടെ രേവതി എവിടെയെങ്കിലും പോകുന്നത്. ഇതെന്താപ്പ ഇത്, ഇവിടെ ഒന്നും ഉണ്ടാക്കാതെയാണോ ഇവളിങ്ങനെ നടക്കുന്നത് എന്നും ചോദിച്ചിട്ട് ചന്ദ്ര നേരെ രേവതിയുടെയും സച്ചിയുടെയും റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ രേവതി പുതച്ചു മൂടി കിടക്കുന്ന ഒരു കാഴ്ചയാ. നല്ല പനിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പാവത്താൻ അങ്ങനെ കിടക്കുമ്പോഴത്തേക്കിനും ചന്ദ്ര വന്നിട്ട് പറഞ്ഞു, ഹെടി വീട്ടിലെ പണിയൊക്കെ ചെയ്യാതെ ഇവിടെ വന്ന് സുഖിച്ച് കിടക്കുകയല്ലേ. ഹെടി ഒന്നുമില്ലെങ്കിലും ഈ വീട്ടിൽ നിന്ന് 3 നേരവും 3 നേരത്തിന് 4 നേരവും നീ ഇവിടെ നിന്ന് തിന്നുന്നുണ്ടല്ലോ, അതിനൊക്കെയുള്ള ഒരു നന്ദിയെങ്കിലും കാണിക്കണ്ടേ. നിന്നെ ഈ വീട്ടിലെ വേലക്കാരിയാക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി രേവതിയെ വളരെയധികം താഴ്ത്തിക്കെട്ടി സംസാരിച്ചു. അപ്പം ഈ ബഹളം കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി വന്നു കേട്ടോ. ശ്രുതി വന്നതും അവളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി, എന്താ പ്രശ്നം? ഇത് കണ്ടില്ലേ, ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യാതെ അവൾ ഇവിടെ സുഖിച്ച് കിടക്കുകയാണ്. അമ്മ എനിക്ക് തീരെ വയ്യമ്മേ, എനിക്ക് ഭയങ്കര ശരീരം വേദനയും പനിയൊക്കെ ഉണ്ട്, എനിക്ക് വയ്യാത്ത കൊണ്ടാണ് ഞാൻ കിടന്നതെന്നും പറഞ്ഞ് അവളാണെങ്കിൽ ഏറ്റുകുത്തിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ശ്രുതി പറഞ്ഞു, ആൻറ്റി അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ചെയ്തോളാം ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ആൻറ്റി രേവതിക്ക് വയ്യാത്ത കൊണ്ടല്ലേ എന്നും പറഞ്ഞ് അവളാണെങ്കിൽ ഒരു ഇച്ചിരി അനുകമ്പയോടുകൂടി നമ്മുടെ രേവതിയോട് പെരുമാറുകയാണ്. ഈ സമയത്താണെങ്കിലോ മോളിങ്ങ് വന്നേ, ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി നമ്മുടെ ശ്രുതിയെ പിടിച്ചു നിർത്തിയിട്ട് അവളോട് പറഞ്ഞു, നീ എന്താ മോളെ അറിഞ്ഞു വെച്ചിരിക്കുന്നത്? ഇതൊക്കെ ആ പെരുങ്കള്ളിയുടെ നമ്പർ അല്ലേ? അവള് ചുമ്മാ വേഷം കെട്ടെടുത്ത് കിടക്കുന്നതാണ്. മോള് പണിയൊന്നും എടുക്കാൻ പോകണ്ട, അവളെ കൊണ്ട് തന്നെ ഈ വീട്ടിലെ പണികളൊക്കെ ഞാൻ ചെയ്യിക്കും. രേവതി ഡീ 1/2 മണിക്കൂറിനുള്ളിൽ ഭക്ഷണമൊക്കെ റെഡിയാക്കണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഓർഡർ ഇട്ടു. അങ്ങനെ വയ്യാത്തൊരവസ്ഥയിൽ കൂടിയും ആ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ഒരുവിധം എല്ലാ പണികളും തീർത്ത് രേവതി വന്ന് വീണ്ടും ആ ഒരു റൂമിൽ കിടക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ ഇതെന്താണിത്, എത്ര നേരമായി, മനുഷ്യന് വയറ് വിശന്നിട്ട് ഒരു രക്ഷയില്ലാന്നും പറഞ്ഞ് ചന്ദ്രമതി തൻ്റെ വയറൊക്കെ ഇങ്ങനെ തടവി വരികയാണ്. അപ്പോഴത്തേക്കിനും ഇതെന്താ ഇത്, എല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്ത് വെച്ചിട്ട് ഈ പിശാചി പിടിച്ചോള് അവൾ എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് വീണ്ടും ദേഷ്യപ്പെട്ടു. അപ്പോഴത്തേക്കിനും ശ്രുതി പറഞ്ഞു, ഇനി അവളോടൊന്നും പറയണ്ടമ്മേ, ഭക്ഷണമൊക്കെ ആയിട്ടുണ്ടല്ലോ, നമുക്കങ്ങ് കഴിക്കാമെന്നും പറഞ്ഞ് ശ്രുതിയും ചന്ദ്രമതിയും കൂടെ ആ ഒരു ലഞ്ച് അവിടെ ഇരുന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി അങ്ങ് കയറി വന്നു. സച്ചി വരുമ്പോൾ കാണുന്ന കാഴ്ച എല്ലാവരും കൂടെ ഇരുന്ന് ബേഷാ ഫുഡ് അടിക്കുന്ന കാഴ്ച. അങ്ങനെ സച്ചി നേരെ റൂമിലേക്ക് ചെന്നു. തൻ്റെ കെട്ടിയോളെന്തെങ്കിലും തിന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ ചെന്നതും സച്ചി പോയിട്ട് രേവതിയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പം, എന്താടി നീ ഇപ്പോഴും കിടക്കുവാണോ എന്ന് ചോദിച്ചിട്ട് അവളുടെ നെറ്റിയിലൊക്കെ ഒന്ന് തൊട്ട് നോക്കി. അയ്യോ അത് നല്ല പോലെ പൊള്ളുന്നുണ്ടല്ലോ, നിനക്ക് പനിയുണ്ടോ? നീ ഭക്ഷണം കഴിക്കാത്തതൊക്കെ കൊണ്ടായിരിക്കും നിനക്ക് ഇത്ര ക്ഷീണമൊക്കെ ഉണ്ടായത്. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും നേർച്ചകളും ഒക്കെ ചെയ്യാൻ പോയത്? ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് സച്ചി അവളെ വിലക്കുകയാണ്. അല്ല ഇവരൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, നിനക്ക് രാവിലെ തൊട്ട് എന്തെങ്കിലും ഇവർ തന്നായിരുന്നു എന്ന് ചോദിക്കുമ്പം അവൾ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല.
അങ്ങനെ സച്ചിയാണെങ്കിൽ ഒരാൾക്ക് ഇത്രയും വയ്യാതെ കിടന്നിട്ട് ഇവറ്റകളൊക്കെ കൂടി ഇരുന്ന് ഫുഡ് അടിക്കുകയാണെന്നും പറഞ്ഞ് സച്ചിക്ക് ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നിട്ട് സച്ചി പറഞ്ഞു, അതെ, അകത്ത് കിടക്കുന്നത് വഴിയാത്രക്കാരിയല്ല, എൻ്റെ ഭാര്യയാണ്. അവൾക്ക് ഒരു നേരത്തെ ആഹാരം നിങ്ങൾക്ക് കൊടുക്കാറുന്നില്ലേ എന്ന് ചോദിച്ചു. അവളുടെ ശരീരം പോലും തളർന്ന അവസ്ഥയിലാണ്, അവൾക്ക് ശരിക്കും ഏറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് അനുവദിക്കുന്നു? നിങ്ങൾ ഒരു അമ്മയാണോ എന്നൊക്കെ സച്ചി അവരോട് ചോദിക്കുമ്പോഴത്തേക്കിനും അതിന് അവൾക്ക് വേണമെങ്കിൽ അവൾ എടുത്തു കഴിക്കണം, അല്ലെങ്കിൽ അവളുടെ ഭർത്താവായിട്ടുള്ള നീ ഉണ്ടല്ലോ, നീ വേണമെങ്കിൽ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്ക് എടുത്തു കൊടുക്കാൻ എനിക്ക് നിങ്ങളുടെ ശുപാർശയുടെ ആവശ്യമൊന്നും ഇല്ലാന്നും പറഞ്ഞ് സച്ചിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി അടുക്കളയിൽ പോയിട്ട് അവൻ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു. അപ്പൊ സച്ചിയുടെ ഈ ഒരു ബഹളം വെക്കലൊക്കെ കാണുമ്പം നമ്മുടെ ശ്രുതി പേടിച്ച് പരിങ്ങി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കിന് സച്ചി ചോദിച്ചു, അല്ല, ഈ വെട്ടി വിഴുങ്ങുന്നത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ശ്രുതിക്കും മിണ്ടാട്ടമില്ല, ചന്ദ്രമതിക്കും മിണ്ടാട്ടമില്ല. ശ്രുതിയോട് ചോദിച്ചു, എടി, നീ വെച്ച ഭക്ഷണമാണോ ഈ ഇരുന്ന് കഴിക്കുന്നത്? അവള് മിണ്ടുന്നില്ല. ചന്ദ്രമതിയോട് ചോദിച്ചപ്പോ ചന്ദ്രയാണെങ്കിൽ പൂച്ച പതുങ്ങുന്ന പോലെ പതുങ്ങിയിരിക്കുകയാണ്. അപ്പൊ സച്ചി പറഞ്ഞു, ഇപ്പൊ എനിക്ക് മനസ്സിലായി, വയ്യാത്ത ആ പാവത്തിനെ കൊണ്ട് ഈ അടുക്കളപ്പണി മുഴുവനും ചെയ്യിച്ചിട്ട് എന്നിട്ട് അതിന് ഒരു നേരത്തെ ആഹാരം പോലും നിങ്ങൾ കൊടുത്തില്ലല്ലോ. നിങ്ങളൊക്കെ എന്താ പറയേണ്ടത്? എടാ, നീ ഇവിടെ ആണാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയോടും രണ്ട് വർത്തമാനം പറഞ്ഞ് സച്ചി ആ ഒരു ഫുഡുമായിട്ട് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നതും രേവതിക്ക് ഫുഡൊക്കെ എടുത്ത് സച്ചി ശരിക്കും പറഞ്ഞ ആ കട്ടിലയിൽ ഇരുത്തിയിട്ട് അവൻ തന്നെ അവൾക്ക് വേണ്ടത് ഫുഡൊക്കെ വാരി കൊടുക്കുകയാണ്. ശരിക്കും അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ട് സച്ചിക്ക് ഇപ്പം തന്നെ ഒരുപാട് ഇഷ്ടമാണല്ലോ, സച്ചി തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിലൊക്കെ ഇവളിങ്ങനെ സംസാരിച്ചു. എനിക്ക് തീരെ വയ്യാത്ത കൊണ്ടാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് അവൾ പതുക്കെ അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ, എങ്ങും പോവരുത്, മര്യാദക്ക് അവിടെ ഇരുന്നോണം. നീ എന്താ ഇത് ഇങ്ങനെ തുടങ്ങുന്നത്? നീ ഇങ്ങനെ അടിമക്കണ്ണായിട്ട് പണിയെടുക്കാനാണ് എങ്കിൽ നിനക്ക് അതിനെ നേരം ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞ് സച്ചിയാണെങ്കിൽ രേവതിയോട് ദേഷ്യപ്പെട്ടു. ഇനി എന്തെങ്കിലും വയ്യായിക വന്നു കഴിഞ്ഞാൽ കിച്ചണിൽ കയറുകയോ കിച്ചണിൽ കയറി എന്തെങ്കിലും പണി ചെയ്യുകയോ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞ് അവൻ വിലക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി സന്തോഷവും സങ്കടവും ഒക്കെ ഒരേപോലെ തന്നെ അനുഭവിച്ച് നമ്മുടെ സച്ചിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ ദാ കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് കാണാത്ത ആൾക്കാരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ ദാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.